ഒടുവിൽ ഒരു ഭീതി ഒഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്കാരും ലോകവും ഒക്കെ ചെറുതായിട്ടൊന്ന്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ വല്ലാതെ ഭീതി. ഇപ്പോൾ ചൈന വല്ലാതെ നമ്മളെ ഈ പൊറാട്ട് നാടകം കളിച്ച് പേടിപ്പിച്ച പോലെ ആയിപ്പോയി. HMPV എന്ന് പറഞ്ഞ വൈറസ്. ആൾക്കാർ മരിക്കുന്നു, കൂനക്കണക്കിന് ശവശരീരങ്ങൾ വീഴുന്നു. എന്തായാലും ഇന്ത്യയിലേക്ക് വന്നെന്നൂടെ കേട്ടപ്പോൾ നമ്മുടെ ബോധം പോയ അവസ്ഥയായിരുന്നു, പാതി ബോധം പോയ അവസ്ഥയായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വെറും എലി മാത്രമായിരുന്നെന്ന് മനസ്സിലായത്. എന്തായാലും വലിയ പേടിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും ഇല്ല HMPV വൈറസിന് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്താ പൗർണമി അതിന്റെ ശരിയാ. അതായത് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു കോവിഡ് പോലെ തന്നെ ഇതൊരു വലിയ തരംഗം സൃഷ്ടിക്കുമോ. അതായത് നമ്മൾ എല്ലാവരും ഒരുപാട് വീണ്ടും ഒരു മാസ്ക് യുഗമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. വീണ്ടും ആ ഒരു സെയിം ബാക്ക് ടു ആ ഒരു ഫോമിലേക്ക്, ഒരു 4 കൊല്ലം മുമ്പ് നമ്മൾ ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോയത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോവും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. കാരണം കോവിഡ് ചൈനയിൽ സ്പ്രെഡ് ആയ സമയത്ത് അന്ന് നമ്മൾ ചിന്തിച്ചിരുന്നത് ഓക്കെ അത് ചൈനയിലല്ലേ, ഇന്ത്യയിലോട്ട് വരത്തില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നു. അതിനുശേഷം ദിവസവും ഒരുപാട്, അതായത് ആയിരങ്ങൾക്കാണ് പിന്നെ കോവിഡ് സ്ഥിരീകരിച്ചുകൊണ്ടിരുന്നത്, പതിനായിരങ്ങളും. ശരിയാണ്. അപ്പൊ ആ ഒരു സാഹചര്യം തന്നെയാണ് മുൻനിർത്തി, ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് ഈ സുരക്ഷാ നടപടികളും അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും എല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പം വിദഗ്ധരുടെയൊക്കെ ഒരു പഠനവും നിർദ്ദേശത്തിനും ഒക്കെ ശേഷം, അതായത് അധികം ഭീതി വേണ്ട. കാരണം ഈ ഒരു അസുഖം HMPV എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷം 2001 മുതൽ ഇന്ത്യയിലും ഉള്ളൊരു വൈറസ്. ആദ്യമായിട്ട് കണ്ടെത്തിയത് സ്വിറ്റ്സർലൻഡിലാണ്. ന്യൂസിലാൻഡിലുമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തണുപ്പ് കാലങ്ങളിൽ, പ്രത്യേകിച്ചും തണുപ്പ് അധികരിക്കുന്ന അതിശൈത്യമുള്ള രാജ്യങ്ങളിൽ ഇത് ശ്വാസകോശ രോഗങ്ങൾ, ആ ഒരു തണുപ്പുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഡിസംബർ ജനുവരി. ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഓവർ തണുപ്പുള്ള രാഷ്ട്രമല്ല കേരളത്തെയൊക്കെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് ചെറുതായിട്ടേ മാത്രമേ ബാധിക്കും. ഇവര് മാത്രമല്ല, എല്ലാവരും പേടിച്ചിരുന്നത് ഇതിനൊരു വകഭേദം ഉണ്ടാകും, അത് ചൈനീസ് വകഭേദം എന്നാണ് ഇതിനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു വകഭേദമില്ല, ഇതിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടില്ല. അന്ന് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അതെ 2001 എങ്ങനെയായിരുന്നു ആ വൈറസ് കണ്ടെത്തി അതേ അവസ്ഥയിൽ തന്നെയാണ് ഇത് ഇപ്പോഴും. അങ്ങനെയുള്ള സിംറ്റംസേ അത് പ്രകടിപ്പിക്കുന്നുള്ളൂ. പിന്നെ പ്രായമുള്ളവരും മറ്റു ചെറിയ അസുഖങ്ങളുള്ളവരും, ഗർഭിണികളൊക്കെ, പ്രായമുള്ളവരും അതുപോലെ തന്നെ കുട്ടികളും കുറച്ച് ശ്രദ്ധിക്കുന്നത്. തണുപ്പ് സമയങ്ങളിൽ അല്ലാതെ ഇത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ചൈനയിലൊക്കെ മാസ്ക് പോലും പ്രൊമോട്ട് ചെയ്യുന്നില്ല അവർ. സത്യത്തിൽ അവരുടെ ന്യൂ ഇയർ ഏതാണ്ട് ജനുവരി 28 ആ ന്യൂ ഇയർ 3-4 ഒരാഴ്ചയോളം നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ചൈനക്കാർക്ക്. അതുകൊണ്ട് തന്നെ അവർ അതിന്റെ ആഘോഷ തിമിർപ്പിലും അതിന്റെ പ്രിപ്പറേഷനിലും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് പോലും ഇല്ല എന്ന രീതിയിലാണ് അവിടുന്ന് സോഷ്യൽ മീഡിയ വാർത്തകൾ പ്രചരിക്കുന്നത്. പിന്നെ ചൈനക്കാരുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ പറഞ്ഞപ്പോഴും ചൈന ഇത് തന്നെയാണ് കാണിച്ചത് പൗർണമി. കാരണം അവർക്ക് ഒരു ഊസലും ഇല്ലായിരുന്നു. വുഹാനിൽ അത് പടർന്നു പിടിക്കും. നമ്മൾ ഇതുവരെ അഭ്യൂഹങ്ങളാണ്, നമ്മൾ ഇതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത ഈ പറയുന്ന കൊറോണ വൈറസ് ഏത് ടൈപ്പാണ്, അതിന്റെ വകഭേദങ്ങൾ എന്താണ്, അത് എന്തെല്ലാം മാറ്റങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുമെന്ന് നമുക്കൊരു ഐഡിയയും നമ്മുടെ ആരോഗ്യ വിദഗ്ധർക്ക് ഇല്ലായിരുന്നു. പക്ഷേ HMPV അതിൽ നിന്ന് വ്യത്യസ്തനാണ്. കാരണം ഓൾറെഡി ഇന്ത്യയിലുള്ള ഒരു വൈറസ് ആണ്. വർഷങ്ങളായിട്ട് ഏതൊക്കെ ലക്ഷണങ്ങളാണെന്ന് അറിയാം, വർഷങ്ങളായിട്ടുള്ള അറിയാം. അതപ്പോൾ അതുകൊണ്ട് തന്നെ HMPV എന്ന് പറഞ്ഞത് ഇന്ത്യയിലേക്ക് പിന്നെ ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ചൈനീസ് വകഭേദമാണോ ഇവിടെ വന്നത്. ഔദ്യോഗികമായിട്ട് ഈ ചൈനയുമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പൊ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പിന്നെ പല വ്ളോഗേഴ്സും, ഞാൻ അന്ന് കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, പല വ്ളോഗേഴ്സും ചൈനയിലുള്ള വ്ളോഗേഴ്സ് അവിടെ നിന്ന് പറയുന്നുണ്ട്, പല വാർത്തകൾ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിലെ മെയിൻ സാറ്റലൈറ്റ് ചാനലുകൾ വരെ വാർത്തകളുണ്ട്. സോഷ്യൽ മീഡിയക്കാരെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സാറ്റലൈറ്റ് ചാനലുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ വ്ളോഗേഴ്സ് പറയുന്നത്, ഞങ്ങളുടെ ബാക്കിലേക്ക് നോക്കൂ, ഞങ്ങൾ നിൽക്കുന്ന ഇപ്പോൾ ടൗൺ സ്ക്വയറിലാണ് അല്ലെങ്കിൽ സിറ്റി സ്ക്വയറിലാണ്, ഇവിടെ ഒന്നും ആൾക്കാരൊന്നും ഒരു മാസ്ക്, ശരിയാണ്, ഒരു മാസ്ക് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം, ഒരു മാസ്ക് പോലും അവരൊന്നും ധരിച്ചിട്ടില്ല. അവർ വേർ വെരി ഹാപ്പി അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ ഒരു പ്രിക്കോഷൻ ഉള്ളതായിട്ട് പോലും ഇല്ല. പിന്നെ ഇൻഫ്ലുവൻസ അവിടെ ഈ പറയുന്ന പോലെ ഈ ന്യൂമോണിയ സംഭവങ്ങളും ഇൻഫ്ലുവൻസ പോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളതാണ് തണുപ്പ് കാലത്ത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഗർഭിണികൾക്കാണെങ്കിലും ഈ പറയുന്ന പോലെ ജലദോഷവും ചെറിയ രീതിയിലുള്ള പനിയൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ആ സമയത്ത് ശ്വാസതടസ്സം നേരിടാറുണ്ട്. ആ തലത്തിൽ തന്നെ അതിനപ്പുറത്തേക്ക് കാര്യമായി ഇതിനെ കാണേണ്ടതോ പേടിക്കേണ്ടതായിട്ടോ ഇല്ല. ആ ഒരു രീതിയിൽ തന്നെ കണ്ടാൽ മതി, അതിന് മരുന്ന് കഴിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞാൽ മഴക്കാല രോഗങ്ങൾ വരാറില്ലേ, അങ്ങനെയുള്ള ഒരു സംഭവമേ ഇപ്പൊ ചൈനയിലും, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ സൗമ്യ പറഞ്ഞ പോലെ, സൗമ്യ സൗര്യൻ കഴിഞ്ഞ വാർത്ത ഒരു ചാനൽ കൊടുത്തതിൽ പറഞ്ഞ പോലെ, ഈ ചൈനയില് ഈ സംഭവം വന്നത് കേട്ടത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പേടിച്ചത്. ഒരു പക്ഷേ ജർമ്മനിയിലോ യൂറോപ്പിലോ പേടിക്കുമല്ലോ, കാരണം ആ ഒരൊറ്റ അസുഖം കൊണ്ട് അനുഭവിച്ചു. ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത്. ഇന്ത്യയിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഏതാണ്ട് 45 ലക്ഷം ആൾക്കാർ അനൗദ്യോഗികമായിട്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അമേരിക്ക പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിലാണോ കൊറോണ മൂലം മരണപ്പെട്ടതെന്നാണ് പറയുന്നത്. കാരണം ലോക ജനസംഖ്യ ഏറ്റവും കൂടുതൽ രാജ്യമാണ് ഇന്ത്യ, ഏറ്റവും കൂടുതൽ കൊറോണ. പക്ഷേ
തിരിച്ച് നമ്മൾ പറയുന്നത് അമേരിക്കയിലാണ് ഇഷ്ടംപോലെ ആൾക്കാർ മരണപ്പെട്ടതെന്ന്. ശരിയാണ്, അമേരിക്കയൊക്കെ വല്ലാതെ ബാധിച്ചൊരു രോഗം തന്നെയായിരുന്നു കൊറോണ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത് വൻ കുതിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നല്ല രീതിയിൽ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ പല പല കണ്ടുപിടുത്തങ്ങളും പല പല വൈറസുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ കൊറോണ അവർക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, പിടിച്ചു നിർത്താൻ ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ പടരുന്ന രോഗമാണെങ്കിൽ നമ്മളൊക്കെ ഭീതി എന്താണ് ഇപ്പോഴും? നമ്മൾ സീരിയസ്ലി നമ്മൾ കൊറോണയെ ഭയപ്പെടാൻ തുടങ്ങിയത് എന്നു മുതലാണ്? വന്നാൽ മരണമായിരുന്നു. അതെ, വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിലൊരു ഫാമിലി 5 പേർക്ക് വന്നാൽ അവിടെ പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ, തീർച്ചയായും അയാൾ തീർന്നിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു കൊറോണ. നമ്മൾ ആദ്യമായിട്ട് കൊറോണ നമ്മുടെ രക്തം മരവിപ്പിക്കാൻ തുടങ്ങിയത് ആ വാർത്തകൾ. ആയിരക്കണക്കിന് ആൾക്കാർ ദിവസവും മരിക്കുന്നു. എത്ര ദിവസം ആൾക്കാരല്ലേ ഓരോ ദിവസം ഓരോ ദിവസവും മരണത്തിന്റെ കണക്കുകളാണ് പുറത്ത് വന്നുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും 200 പേര് മരിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയ നാളെ പുറത്തിറങ്ങാൻ പറ്റില്ല, ക്വാറന്റൈൻ ആയി. പിന്നെ അതെ, അങ്ങനെ ഒരാളുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ആ ആള് തന്നെ ഈ അസുഖം അറിയാതെ നടക്കുന്നു, ആ ആൾക്ക് അസുഖം സ്ഥിരീകരിക്കുമ്പോൾ പിന്നെ അത് മൊത്തം ഒരു അന്വേഷണം ആവുന്നു, പിന്നെ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ക്വാറന്റൈനിൽ പോകുന്നു. സീരിയസ്ലി ഓർക്കുന്നുണ്ടോ വിമാനത്താവളങ്ങളിൽ കൊറോണയായിട്ട് ഇറങ്ങിയ ആൾക്കാരെ മറ്റേ GPS വെച്ചിട്ട് അയാൾ പോയ സ്ഥലങ്ങൾ മാപ്പൊക്കെ വെച്ചിട്ട് ഓരോ ചാനലുകൾക്കും അതായിരുന്നു പണി. കാരണം അയാള് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കയറി അവിടുന്ന് നേരെ ഇറങ്ങി ഹോട്ടലിൽ കയറി അയാൾ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടോ, സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെ എത്ര പേരുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയ സാനിറ്റൈസറുകാരും മാസ്കുകാരും. തീർച്ചയായും ഒരുപാട് ബിസിനസ് തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സാനിറ്റൈസറിനും മാസ്കിനും ഒക്കെ വേണ്ടി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ സീരിയസ്ലി പറഞ്ഞാൽ ഈ HMBയുടെ വാർത്തകൾ കേട്ടപ്പോൾ എനിക്കുള്ളിൽ ഭീതി ഉണ്ടായിരുന്നു. ദൈവം ഇനി ഒരു 2025 സ്റ്റാർട്ട് ചെയ്തു, അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു. ഒരു വർഷത്തിന് എൻഡിങ് ആയിരുന്നു 2000. അത് COVID-19 എന്നാണ് അത് അറിയപ്പെടുന്നത്. നവംബർ അവസാനം ഡിസംബറോടുകൂടി അത് സ്ഥിരീകരിക്കപ്പെട്ടു. ജാനുവരി ആ ഒരു വർഷം, മാർച്ച് മാസം വർഷം ഫുൾ ലോക്ക്ഡൌൺ ആയി. 2020 മാർച്ച് 25-നാണെന്ന് തോന്നുന്നു കർഫ്യൂ വരുന്നു. അതെ, ലോക്ക്ഡൌൺ വരുന്നു. പിന്നെ സ്കൂളുകൾ ലോകത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വർഷത്തോളം സ്കൂളുകൾ അടച്ചിടുക. ഇതൊക്കെ നമുക്ക് പിന്നീട് റിപ്പറ്റീഷൻ വരിക എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നതും. പേരും HMPV വൈറസും എന്ന് കേട്ടതോടെ എല്ലാവരും ആ ഒരു കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്യാനാണ് ആദ്യം തന്നെ ശ്രമിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഭീതി എന്ന വാക്ക്. നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അങ്ങനെയാണോ എന്ന് വെച്ചാൽ ഭക്ഷണമില്ല, വരുന്നവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ഈ പറയുന്ന പോലെ സന്നദ്ധ ആളുകൾ കേറ്റുന്നില്ല. കോവിഡ് ക്വാറന്റൈനിലുള്ള ആളുകൾ അങ്ങനെ അല്ലായിരുന്നോ? ക്വാറന്റൈനിലുള്ളവർ എന്തോ അന്യഗ്രഹ ഇവൻ ആരെ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ വൈഫിന് ഹസ്ബൻഡ് വന്നാലും നേരെ മാറി താമസിക്കുക, സെപ്പറേറ്റ് ഒരു വീട്ടിലോ റൂമിലോ ഒറ്റപ്പെട്ട് ഭ്രാന്തമായ അവസ്ഥ. കുട്ടികളോടാണെങ്കിലും അങ്ങനെ തന്നെ. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളില്ലാത്ത അവസ്ഥ, ഈ പറയുന്ന പോലെ ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് കിട്ടാത്ത അവസ്ഥ, സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ്, ജോലി നഷ്ടപ്പെടുക. ഏറ്റവും കൂടുതൽ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ കൊറോണ എന്ന് പറഞ്ഞപ്പോൾ. അവരൊക്കെ എത്രയോ പേര് സൂയിസൈഡ് ചെയ്തു കൊറോണ പേരിൽ. എത്രയോ പേരുടെ സംരംഭങ്ങൾ ഇട്ടുന്നില്ലേ പൊട്ടി. കാരണം തിയേറ്ററുകൾ, സിനിമക്കാർക്ക് ജോലിയില്ല, സിനിമ സംവിധാനം ഒന്നുമില്ല. ആകെ കൂടെ കൊറോണ വെച്ച് കാശുണ്ടാക്കിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ പ്രവർത്തകർ തന്നെയായിരിക്കും അല്ലെ, യൂട്യൂബേഴ്സ് ആണ്. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലും ആകാം, അത് വാർത്തയാവാം. ഈ പറയുന്ന പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നത് ഞാൻ കേട്ടോ. ഒരേ ഒരു അറിയാം, ഞങ്ങൾ വളർന്നു വന്നത് കൊറോണ കാലത്താണ്. തീർച്ചയായും ആ സമയത്ത് ജോലിക്ക് പോകാനില്ല, വേറെ എന്ത് ചെയ്യും. 2016-17 ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോടീശ്വരന്മാരാണ് ബിക്കോസ് ഓഫ് കൊറോണ. കൊറോണ കൊണ്ട് ഒരേ ഒരു ഗുണം ഉണ്ടായത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയക്കാർക്കാണ്. പിന്നെ ഇപ്പം ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലായതുകൊണ്ടും അതിന്റെ ആ ഒരു എമൗണ്ട് തുക എന്ന് പറയുന്നത് കുറവായതുകൊണ്ടും തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ആ ഒരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുപക്ഷെ കൊറോണയുടെ ഒരു നല്ല വശമായിരിക്കും അത്. കാരണം ഏത് ചെറിയ ഭാഗത്ത് പോലും നെറ്റ് അവൈലബിലിറ്റി കിട്ടി തുടങ്ങി. ഏറ്റവും ഉൾക്കാട്ടിൽ വരെ നെറ്റ് കിട്ടുന്ന ലെവലിലേക്ക് നമ്മുടെ നാട് മാറി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ, മറ്റു രാജ്യങ്ങളുടെ അല്ല, ഞാൻ കേരളം മാത്രം അത് പറയില്ല, ഇന്ത്യ ഉൾപ്പെടെ എവിടെ നിന്നാണ് മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് ഇപ്പം ഇല്ലാത്തത്. അതിന് സഹായിക്കാൻ അല്ലെങ്കിൽ വഴിത്തിരിവായത് കൊറോണയാണ്. ഏതു ആൾക്കാർക്കും നെറ്റ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ GPS, ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ അറിയാവുന്ന കുറേയധികം ആൾക്കാർ ഇന്ന് ഉണ്ടായതിൻ്റെ കാരണം ഒരുപക്ഷെ കൊറോണ ആയിരിക്കാം. ഈ പറയുന്ന പോലെ ഈ സൊമാറ്റോ അതുപോലെ സ്വിഗ്ഗി പോലുള്ള കുറെ ആൾക്കാർ ആപ്പ് ഡെവലപ്പ് ആയത് ആ സമയത്ത് അവർക്ക് ആ ഫുഡ് ഡെലിവറി ആയിട്ടുള്ള ആപ്പുകളൊക്കെ അവർ വളർന്നു പന്തലിച്ച് ഈ കാലഘട്ടത്തിലാണ്. എല്ലാവരും വീട്ടിലായിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ കൊറോണ കൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് മനുഷ്യത്വരഹിതവുമായ ഒരുപാട് കാര്യങ്ങൾ കൊറോണ കാലത്താണ് സാക്ഷ്യം വഹിക്കാൻ. പക്ഷെ എന്നാൽ HMPV എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഈ ഒറ്റപ്പെടലുകളാണ്, ഭീതിയാണ്. സ്കൂളുകൾ അടച്ചിടുന്നത്, ജോലി പോകുന്നത്, സാമ്പത്തിക കാര്യങ്ങൾ. എനിക്കൊന്ന് 6 മാസം മൊറട്ടോറിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അല്ലെ നമ്മുടെ ബാങ്കുകാർ. ഇനിയും ബാങ്കുകാരുടെ ടെൻഷൻ, ഇനി അത് പ്രഖ്യാപിക്കേണ്ടി വരുമോ? എല്ലാവരും EMI ലോണിലും ഒക്കെ ആണല്ലോ പോകുന്നത്. അങ്ങനെ സത്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത ഒഴിയുമ്പോൾ, അതായത് ഭീതി ഒഴിയുമ്പോൾ വല്ലാത്ത ആശ്വാസം പല തലങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റും. കാരണം കൊറോണ എന്ന ഒരു ഒരു ഭീതിജനകമായ രോഗം നമുക്ക് സമ്മാനിച്ചത് ഒരു ചെറിയ ദുരന്ത ഓർമ്മയല്ല, വലിയ വലിയ നഷ്ടങ്ങളാണ്. സാമ്പത്തിക നഷ്ടങ്ങളായാലും മരണമായാലും കല്യാണത്തിനൊന്നും കൂടാൻ പറ്റത്തില്ല. എത്രയോ കുഞ്ഞുങ്ങൾ, അച്ഛന്മാരെ, എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ആ സമയത്ത് മരണമടക്കാൻ
ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പൊതിഞ്ഞ് ഏതോ മൃഗങ്ങളെ കൊണ്ട് അടക്കുന്ന പോലെയാണ്. ഒരു അന്ത്യചുംബനം നൽകാൻ കഴിഞ്ഞു. ഒന്നും ആ കാലത്തിൽ മരണപ്പെട്ടവർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അന്ത്യകർമ്മങ്ങൾ പ്രോപ്പറായിട്ട് അതുങ്ങളെ ഒന്നും അന്ത്യകർമ്മം നടത്തി വിടാൻ പോലും പറ്റിയിട്ടില്ല. ആ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചവര്, ആ കാലഘട്ടത്തിൽ പ്രസവിച്ചവര്, കൊറോണ കുഞ്ഞുങ്ങൾ എന്നറിയപ്പെടുന്നവരൊക്കെ അങ്ങനെ ഒരു കൊറോണ എന്ന് പേര് ഇട്ട ഒരു ആദ്യത്തെ എനിക്ക് ആംബുലൻസിൽ അല്ലെ കൊണ്ടുപോയി, അങ്ങനെ എന്തോ ഞാൻ അത് കൃത്യമായി ഓർക്കുന്നില്ല. എനിവേ എന്തായാലും അങ്ങനൊരു കാലം, അങ്ങനൊരു ദുരന്ത കാലം ഇനി ഉണ്ടാവാതിരിക്കട്ടെ. HMPV എന്തായാലും സെറ്റിൽഡ് ആയി, അത് നമ്മുടെ ഹാൻഡിൽ കൺട്രോൾഡ് ആണ്. ഇന്ത്യൻ ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ HMPV പേടിക്കേണ്ട എന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ആവശ്യമില്ലാത്ത ഭീതി പടർത്താതിരിക്കുക. എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ആയിട്ടില്ല. ഇനി എന്തായാലും ഇങ്ങനൊരു കാലഘട്ടത്തിലേക്ക്, കൊറോണയിലേക്ക് എന്ന് പറഞ്ഞാൽ ദുരന്ത കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും മടങ്ങി പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.